അങ്ങനെ ഞാൻ ഷിജിയേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പോയപ്പോൾ അമ്മ എനിക്ക് മൂക്കുത്തി വാങ്ങിച്ചാണ്, നല്ലല്ലേ കാണാൻ. പിന്നെ എന്താ ഇതെന്താ റൗണ്ടുള്ള ആ സാധനം എന്ന് പറഞ്ഞാൽ റൗണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്. അങ്ങനെ ഷിജിയേട്ടൻ്റെ വീട്ടിലാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഷിജിയേട്ടൻ്റെ വീട്ടിലെ കലാപരിപാടി. ഷിജിയേട്ടൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കിടക്ക വയ്ക്കാൻ. ഒന്നും നന്നായിട്ടില്ല, വളരെ സീനാണ് കിടക്ക വയ്ക്കാൻ. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായെന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് വീണ് പോയി. ഞാനത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കൊണ്ടുപോകുന്നൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി പുറത്തെടുക്കണം. ഇത് പിന്നെ അവിടെയുള്ള ഫോട്ടോയും. പിന്നെ നമുക്ക് പുതപ്പെടുക്കാം. അയ്യോ, താഴെ കിടന്നവരൊക്കെ എഴുന്നേറ്റുണ്ടാവും. ഇതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടോ, ഉന്തി കെട്ടിട്ടാ പോവാ. അയ്യോ, അങ്ങനെ ഇട്ടു. അടക്കണം, അടച്ചു. പിന്നെ കിടക്കണം. ലൈറ്റ് റൂംസിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് കാണിച്ചതാണ്. കണ്ടോ, കുറേ ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ് മാത്രം ഇട്ടാലാ ഭംഗി. അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി. ആ ബ്ലൂ ലൈറ്റ് ഇല്ലേ രാത്രി കിടക്കുന്നത്, അത് മാത്രം ഇട്ടു. ഞാൻ കിടക്കാൻ വന്നു, ബെഡില്ല. സോ ഇന്നലെ പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. ഇന്നത്തെ ദിവസം രാത്രി ഷിജിയേട്ടൻ്റെ വീട്ടിൽ ഗുഡ് നൈറ്റ്. നാട്ടിൽ മഴയായതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. തെന്നും മറിഞ്ഞൊക്കെ കിടന്ന് കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടി. അപ്പം ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നേരെ നമുക്ക് പുറത്ത് മടക്കി വെച്ച് പല്ലിക്കാൻ പോവാട്ടോ. പല്ലിയേക്കുന്ന ഒന്ന് പോസ് ചെയ്തിട്ടോ, കാരണം എനിക്ക് വേറെ ആൾ പല്ലിയേക്കുന്ന കാണുമ്പോൾ എൻ്റെ പോലെയാണ്. സോ നിങ്ങൾ നല്ലതാന്ന് വെച്ചു. അടുത്ത കടാവരെ ഫേസ് വാഷ് ചെയ്യാം. ഒറ്റ കഴിഞ്ഞുകൊണ്ട് ഒക്കെ കുറച്ച് അതാണ്, പക്ഷെ നമ്മൾ ചെയ്തിരിക്കും. ചുണ്ടിനെയോ പിന്നെ കോളേജ് പഠിക്കുമ്പോൾ കുളിക്കുക ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കുളിയും ഉണ്ടായിരുന്നു ഒരു കാലം. അപ്പോൾ അത് നമുക്ക് കോപ്പി ചെയ്യാം. ഭഗവാൻ, ഇനിയാണ് നമ്മൾ തോർത്തണം. എൻ്റെ ഫോട്ടോ ഇന്നലെ കാണിച്ചു തന്നെ ഞങ്ങൾ വരച്ചത്. ഇവിടെ ഉണ്ടല്ലോ. അടുത്ത് ചെയ്യാം. അടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന റോസ് വാട്ടറിൻ്റെ സ്പ്രേ ആട്ടോ. അതിങ്ങനെ എടുക്കുന്നു, കണ്ണടയ്ക്കുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ ആക്കുന്നു. എരിയുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ട്
സിറപ്പ് എടുക്കുന്നു. തൽക്കാലം ഇതൊക്കെ മതി. എന്നിട്ട് നമ്മൾ റോസ് വാട്ടർ എടുത്തു വെക്കുന്നു. ലിപ്പം ഉണ്ടല്ലോ, ഇങ്ങോട്ട് തുറക്കുക. ഒരു മിനിറ്റ്. ലിപ്പം എടുത്തു. സിന്ദൂരാട്ടോ. അയ്യോ, ആഫ്റ്റർ എഫക്റ്റ് സിമ്പിൾ അല്ലേ, വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ വേണ്ടു. ആക്ച്വലി ഞാൻ രാവിലെ എണീറ്റ് താഴെ പോയതാ. അപ്പോൾ അമ്മ പറഞ്ഞു എന്താ പണിയൊന്നുമില്ല, പോയിക്കോ. പോയിട്ട് നീ കുറച്ചും കൂടെ കിടന്നു. അങ്ങനെ വന്ന് പിന്നെയും കുറച്ചും കൂടെ കിടന്നു. പിന്നെ പിള്ളേർ വന്ന് വിളിച്ചു ഫുഡ് ചായ കുടിക്കാനായപ്പോൾ. ഷിജിയേട്ടൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ താഴെ പോയി ഫുഡൊക്കെ കഴിച്ചു വന്നു. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ വീണ്ടും ഇങ്ങനെ കിടന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അധികവും ഇപ്പം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇനി പോയാൽ മതിയല്ലോ. കിടക്കാൻ തോന്നില്ല. ഗൈസ്, നമുക്ക് താഴെ പോവാം. ഞാൻ ഉറങ്ങില്ല. അച്ഛൻ വന്ന് ടോമിയും പിന്നെ എൻ്റെ പെറ്റ്സിനെ ആരും ആയിക്കോട്ടെ ഇങ്ങനെ അവരുടെ എന്താ ഇങ്ങനെ ക്ഷമ പരീക്ഷിച്ച് കളിപ്പിക്കുന്ന എൻ്റെ ഒരു വിനോദമാണ് കേട്ടോ. ശേഷം നേരെ അടുക്കളയിലേക്ക് പോയി. നിങ്ങൾ വിചാരിക്കും ഞാൻ പണിയെടുക്കാൻ പോവാന്ന്. അല്ല, അത് എന്നെ കാണിച്ചു തരൂ. അതാ വെണ്ണീര് വന്നിരിക്കുന്നു. ഇതെന്താ ഇത്ര തൊട്ടാ മതി? നോ കട്ടിങ്, നാച്ചുറാലിറ്റി വേണം. കിട്ടി? ഞാനത് മല്ലിട്ടതാ. വെണ്ണീര് പൊട്ടുമ്പോ കിട്ടുന്നേ. പക്ഷെ താഴോട്ട് വരുന്നല്ലോ. വലുണ്ടോ? ഞാൻ ഇറച്ചി വരുന്നതിന് മെല്ലണം മെല്ലണം കളിക്കുന്നു. യെസ് ഗൈസ്, വന്നിരിക്കുന്നു. മീനൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഞങ്ങൾ പിന്നെയും കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അമ്മ വന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പുറത്ത് പോകാൻ റെഡിയാവാൻ പോവാട്ടോ. ഹലോ ഗൈസ്, ഇത് പുറത്ത് പോകാൻ റെഡി ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ചില്ല ഔട്ട്. പക്ഷേ പുറത്ത് ഇത്ര നേരം പെയ്യാത്ത മഴ ഇപ്പം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? എങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഓക്കെ, പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ മഴയൊന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ചുമരിൽ എന്താ പൂപ്പലില്ലേ, പായൽ കണ്ടപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു. നേരെ ബസ് വേഗം തന്നെ വിട്ടു കേട്ടോ. ബസ് കയറി ഞങ്ങളിപ്പോൾ തലശ്ശേരി എത്തിയിട്ടുണ്ട്. കുട്ടികളായാലേ അതൊക്കെ വാങ്ങാൻ പറ്റൂ. ഔഷധ സസ്യം. നേരെ ഞങ്ങൾ ലക്ഷ്യമായിട്ട് പോയത് ബ്ലൗസിൻ്റെ തുണി എടുക്കാനാണ് കേട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അയ്യോ, പേര് മറന്നുപോയി. എന്താണ് കളക്ഷൻസ് നല്ല ഒരുപാടുണ്ട്. എല്ലാ മെറ്റീരിയലും എല്ലാ റേറ്റിലൊക്കെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ബ്ലൗസ് പീസൊക്കെ എടുത്തു. വേഗം തന്നെ ഇറങ്ങി കേട്ടോ.
റോഡിനുള്ളിൽ മത്താപ്പ് വരുന്ന കണ്ടോ ഗൈസ്? എങ്ങോട്ട് പോണ്ടേ? അതാണിപ്പോ പൊട്ടിയിട്ടുണ്ട് നമ്മള്. അടുത്ത ലക്ഷ്യം നേരെ KFC ആയിരുന്നു. അങ്ങനെ മാപ്പിട്ട് നടന്നു കേട്ടോ. KFC പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ KFC എത്തി. അങ്ങനെ വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ മേലെ ഡൈനിങ്ങിൽ പോയി ഇരുന്നു കേട്ടോ. അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായില്ല, ആകെ 2-3 ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അതോടെ നല്ല പീസ്ഫുള്ളായിരുന്നു കേട്ടോ. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ KFC എത്തി കേട്ടോ. പിന്നെ കണ്ടപാട് കഴിക്കുന്നതിന് മുമ്പേ പിന്നെയും അതിൻ്റെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ നടത്തി അതിനെ ഞങ്ങൾ കൊന്നു. പിന്നെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ചടപടി എന്നുള്ള യുദ്ധത്തിന് ശേഷം ഞങ്ങളതൊക്കെ ക്ലീനായി കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസ് എവിടെ പോയാലും നിർബന്ധമുള്ള കാര്യം. പിന്നെ മഴയ്ക്ക് മുമ്പേ ഞങ്ങൾ നാട് പിടിക്കാമെന്ന് വിചാരിച്ചു. ബസ് കയറിയപ്പോൾ നല്ല മഴ കിട്ടി, നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചില്ലറ പർച്ചേസും കൂടെ ഉണ്ടായിട്ടോ. ബസ് ഇറങ്ങിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു നേരൊന്ന് കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. ഫോട്ടോ ഇല്ല. നേരെ മുകളിൽ വന്നു. ഇത് 2 ആട്ടോ ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങിച്ച മാക്സി. എങ്ങനെയുണ്ട് ഇട്ടിട്ട്? സൂപ്പർ അല്ലേ? മാക്സി ഇട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഫുഡിന് നേരായി. അങ്ങനെ താഴെ പോയിട്ട് ചോറും നല്ല മീൻകറിയൊക്കെ കഴിച്ചു. പിള്ളേർക്ക് 2ആൾക്കും അമ്മ വാങ്ങി കൊടുത്തു കേട്ടോ. ഫുഡ് എന്തെങ്കിലും ലോകത്ത് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഥ പറഞ്ഞിരുന്നു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് നേരെ ഉറങ്ങാമെന്ന് വെച്ച് മേലത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ തന്നെ കുടിച്ചിട്ടില്ല. അതായത് മേലൊക്കെ കഴുകി പിന്നെ തലയിച്ചു സുന്ദരിയായി താഴോട്ട്. അങ്ങനെ താഴെ പോയി നേരെ ആൻറ്റി ഒരു പണിയൊന്നുണ്ടായി. ആൻറ്റി അമ്മമ്മയും കൂടെ അമ്പലത്തിൽ പോകണമെന്ന്. അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേഗം കുളിച്ചൊരുങ്ങി ചുന്ദരിക്കുട്ടിയായി ഞാൻ പോകാൻ നോക്കുക കേട്ടോ. ബസ് നിർത്തിപ്പിച്ചിട്ട് എന്നെ ബസ്സിൽ കയറ്റാൻ അന്നയാണ് കേട്ടോ വന്നത്. അങ്ങനെ എനിക്ക് വേഗം തന്നെ ബസ് കിട്ടി. പിന്നെ കറക്റ്റ് അമ്പലം അടക്കുന്നതിന് മുമ്പ് എത്തുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ തന്നെ കണ്ടക്ടറോട് ചോദിച്ചു. പക്ഷേ കറക്റ്റ് അമ്പലം അടക്കുന്നതിന് മുമ്പ് എന്തോ ഭാഗ്യം പോലെ എത്തി കേട്ടോ. ഇതാ അങ്ങനെ അമ്പലത്തിലെത്തിയ വിഷ്വലാണിത്. ഞാൻ അമ്പലത്തിൽ എത്തിയതും നല്ല മഴ അങ്ങോട്ട് തുടങ്ങി. പക്ഷേങ്കിൽ ഞാൻ മഴയിൽ തന്നെയാണ് കേട്ടോ. കുടയും ചൂടിയാണ് ഭക്തിയുടെ പ്രദർശനം വെച്ചതൊക്കെ. ഈ മഴ പെയ്യുമ്പോൾ ചുറ്റും കാണാൻ എന്തൊരു ഭംഗിയല്ലേ. പിന്നെ ചുറ്റും ഒരു പച്ചപ്പും പിന്നെ എന്താ പറയുക, എൻ്റെ എല്ലാ വീഡിയോയിലും പച്ചപ്പുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു സുഖം, നല്ലൊരു തണുപ്പും ആ ഒരു അമ്പലത്തിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയറും. ഇവിടെ താഴെ അമ്പലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഞാൻ തൃമ്മത്തുര എപ്പോഴും കഴിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന്
ലേറ്റ് ആയതുകൊണ്ട് കഴിപ്പിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ എങ്കിൽ എന്താ ഭാഗ്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അവിടുന്ന് തൃമധുരം കിട്ടി. ഞാൻ വളരെ ഹാപ്പിയായി. ഇനി ഞാൻ അവിടെ മേലെ അമ്പലത്തിലും കൂടെ അങ്ങോട്ട് നടക്കുക കേട്ടോ. ലേറ്റ് ആയതുകൊണ്ട് വന്നുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല വൃത്തിക്ക് പ്രാർത്ഥിക്കാനും പ്രദക്ഷിണം വയ്ക്കാനും ഒക്കെ പറ്റിയിട്ടോ. അവിടെ പ്രദക്ഷിണം വെച്ചു, ബ്രഹ്മേശ്വരൻ തൊഴുതു, എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവതിനെയും കണ്ട് അവിടെ പ്രദക്ഷിണം വെച്ചിട്ടില്ല. പായസവും പിന്നെ ഗണപതി ഹോമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് അപ്പോഴത്തേക്ക് നല്ല മഴ കനത്തു കേട്ടോ. മേലെ എത്തുമ്പോഴത്തേക്ക് അങ്ങനെ ശാന്തേച്ചിയും കൊണ്ട് യാത്ര പറഞ്ഞു. എപ്പോൾ പോയാലും ശാന്തേച്ചി അവിടെ കാണാം കേട്ടോ. ശാന്തേച്ചി എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മമ്മയാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ അമ്മയും കൂടിയാണ് കേട്ടോ. മഴ കുത്തിമുത്ത് പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ടായി അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർ എന്നെ പോകാൻ വിട്ടില്ല. എന്നോട് പറഞ്ഞു മഴ ചോർന്നിട്ട് പോയാൽ മതി, എന്ത് തിരക്കുണ്ടെങ്കിലൊന്നും. അങ്ങനെ ഈ മഴയൊക്കെ വീഴുന്ന സമയമല്ലേ, അതുകൊണ്ടാട്ടോ. അങ്ങനെ മഴയൊക്കെ ഒന്ന് ചോർന്നപ്പോൾ ഞാൻ നേരെ അമ്മമ്മേനെ കാണാമെന്ന് വെച്ച് അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വഴികൾക്കെല്ലാം ഏറെ കാലത്തെ നൊസ്റ്റമുണ്ട് കേട്ടോ. സ്കൂളിൽ പോയതും പിന്നെ ഞങ്ങൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചതും ഈയിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതൊക്കെ പോട്ടെ. ആൻറ്റി വരുന്നുണ്ട് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ. എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇത് ആൻറ്റിയുടെ കയ്യിൽ കൊടുത്ത് നേരെ ബാങ്കിലേക്ക് പോയിട്ടോ. ചില്ലറ പരിപാടി ഉണ്ടായി. മാനേജർ കണ്ടു, സംസാരിച്ചു. നേരെ പിന്നെയും എന്താ വീട്ടിലേക്ക് അമ്മമ്മയൊന്നും മര്യാദയ്ക്ക് കണ്ടിട്ട് പറ്റുന്നില്ല. ഇത് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത് വേറെ വഴിയാണ്, കണ്ടില്ലേ, കല്യാൺ സിൽക്സ്. ഇനി അടുത്ത വരവിന് ഇവിടെ എങ്ങനെയായിരിക്കും അറിയില്ല കേട്ടോ. കാരണം അവിടെ ഒരു വീടായിരുന്നു അവിടെ മറച്ചു വെച്ചിരിക്കുന്നില്ലേ. അവിടെ ഇപ്പോൾ ഒരു ഫുള്ള് മണ്ണൊക്കെ എടുത്ത് ഒരു ബിൽഡിങ് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ മോഡോ കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ സെറ്റപ്പ് ആവുമായിരിക്കും. അങ്ങനെ വീട്ടിൽ ഇതാണ് കേട്ടോ വീട്. വീട്ടിലെത്തി അമ്മമ്മയോട് കുറേ സംസാരിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലായി. അമ്മമ്മയടുത്ത് ഫോട്ടോ എടുത്തു, തിരുമാറിനൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ വീട്ടിലെല്ലാവരുമായിട്ടും ആൻറ്റി, മാമി, റിച്ചൂട്ടൻ, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് നേരെ ഒരു ബൈ പറഞ്ഞ് നേരെ സ്റ്റാൻഡിൽ പോയി ബസ് കയറി കേട്ടോ. വേഗം തന്നെ ബസ് കിട്ടിയായിരുന്നേ. അങ്ങനെ ബസ് നേരെ ഇവിടെ വന്ന് ഇറങ്ങി. ഒരു മഴക്കോളൊക്കെ ഉണ്ടായി. പക്ഷെ കുട തുറക്കണ്ടെന്ന് വെച്ചിട്ട് കുട തുറക്കേണ്ട അവസ്ഥയൊക്കെ വന്നുപോയി. നടക്കുകയാണ് ഗൈസ്, നടക്കുകയാണ്. ഞാൻ ഈ എട എങ്ങോട്ടാ നോക്കി വരികയാണ്. വീഡിയോ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടേ കണ്ടത്തൂടെ പോകുന്നത്. ഇത് കുഴിയോടെ പോയേ ഇത്ര വേഗോ? അയ്യേ കൊണ്ടുപോയടാ ടോമിയുടെ പൊന്നേടാ. അവിടെ മഴ കൊള്ളൂലേ അച്ഛനാടാ. വീട്ടിലെത്തിയത് തന്നെ ഏകദേശം ഉച്ചയായതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരമായി കേട്ടോ.
വൈകുന്നേരം ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എന്നെ കൂട്ടാൻ വരുന്നുണ്ട്. അങ്ങനെ ഞാനൊക്കെ പാക്ക് ചെയ്ത് കണ്ടില്ലേ, ഡ്രസ്സൊക്കെ മാറി പോകാൻ റെഡി ആയിക്കുവാണ്. അച്ഛനും അമ്മയുടെയും കൂടെ തന്നെ ഞാനും ചായ കുടിക്കാനിരുന്നു. പൂരി, കള്ളപ്പം, ചിക്കൻ കറി, ബ്രെഡ് അങ്ങനെ ഇതൊക്കെ കഴിച്ചു. പക്ഷേ ചേട്ടൻ്റെ ഇവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ വേഗം നാട് പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം മഴ കൂടിയാൽ അച്ഛനെ ഡ്രൈവ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷമായിട്ട് പാർട്ട് 3 വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ബൈ ബൈ, ലവ് യു ഓൾ.